ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, റാഫ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മാസങ്ങളായി നീണ്ടുപോകുന്ന യുദ്ധത്തിന് ഇതുവരേക്കും ഒരു വിരാമമുണ്ടായിട്ടില്ല എന്നു മാത്രമല്ല, ഭീതികരമായ സാഹചര്യത്തിലൂടെയാണ് ഗാസയിലെ ജനങ്ങൾ മുന്നോട്ടു പോകുന്നത്. റാഫ ആക്രമിക്കാനുള്ള തീയതി തീരുമാനിച്ചിട്ടുണ്ടെന്നും അന്ന് ആക്രമണം തുടങ്ങുമെന്നും തിങ്കളാഴ്ച പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം റാഫ ആക്രമിക്കുന്നത് തെറ്റായ നടപടിയാകുമെന്ന് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണക്കാരെ സംരക്ഷിക്കാൻ പദ്ധതി വേണമെന്നും US ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെടിനിർത്തൽ കരാറിനെ കുറിച്ച് കെയ്റോയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ ഈ പുതിയ നീക്കം. 14 ലക്ഷം പേർ താമസിക്കുന്ന നഗരമായ ഗാസ സിറ്റിയിലാണ് റാഫ. ഇതിൽ ഭൂരിഭാഗം പേരും ഗാസ അതിർത്തിയിലെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്തു വന്നവരാണ്. ആക്രമണത്തിൽ ഇതുവരെ മരിച്ച പലസ്തീനികളുടെ എണ്ണം 33,200 കടന്നതായും 76,000 പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 32 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും 47 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന് മുന്നോടിയായി തെക്കൻ ഗാസ നഗരമായ റാഫയിൽ നിന്ന് ലക്ഷക്കണക്കിന് പലസ്തീനികളെ ഒഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനായി 40,000 ടെന്റുകൾ വാങ്ങുന്നതായി ഇസ്രായേലി ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് മുന്നോടിയായി സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ പദ്ധതിയുണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞു. തിങ്കളാഴ്ച ടെന്റ് വിതരണക്കാരെ തേടി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം ടെൻഡർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റാഫ ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമാണെന്നും നഗരത്തിലേക്ക് കരസേനയെ അയക്കുമെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഈ ആക്രമണത്തെ ശക്തമായിട്ടാണ് എതിർക്കുന്നത്. ഗാസയിലെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നിയന്ത്രിച്ചിരിക്കുകയാണ് ഇപ്പോൾ തുർക്കി. അലുമിനിയം, സ്റ്റീല്, നിർമ്മാണ സാമഗ്രികൾ, രാസവളങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയാണ് നിർത്തിവെച്ചത്. കയറ്റുമതി നിയന്ത്രിച്ച 54 ഉൽപ്പന്നങ്ങളുടെ പട്ടിക തുർക്കി വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. ഗാസയിൽ സഹായം എത്തിക്കാൻ തുർക്കി സൈനിക ചരക്ക് വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ച ഇസ്രായേലിനെതിരെ നടപടിയെടുക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ തുർക്കി നടപടികൾ തുടരുമെന്നും ഗാസയിലേക്ക് തടസ്സമില്ലാതെ സഹായം എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. എതിർക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണ്. അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നെന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ ഈദ് സന്ദേശവുമായി എത്തുകയാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ. അദ്ദേഹത്തിന്റെ ഈദുൽ ഫിത്തർ ആശംസകളിൽ വ്യാപകമായ വിമർശനം ഉയരുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഇസ്രായേലിനെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു, ഗാസയിലെ വംശഹത്യയ്ക്കു കൂട്ടുനിൽക്കുന്നു എന്ന് തുടങ്ങുന്ന ഈദ് ആശംസിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നാണ് US പ്രസിഡന്റിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾക്ക് ലഭിക്കുന്ന മറുപടികൾ. എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ എതിർക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നത്? ഗാസയിലെ ജനതയുടെ മാനുഷികമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണം എന്ന് അന്നു മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജോ ബൈഡൻ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഹമാസ് ഭീകരരും പലസ്തീനികളും ഇസ്രായേലിനോട് ചെയ്യുന്നതിനൊന്നും ആരും പ്രതികരിക്കാൻ പാടില്ല. ഇതൊരു തരം വിദ്വേഷമാണ്, വർഗീയ പരാമർശങ്ങളാണ്. മുസ്ലിം വിഭാഗം എന്ത് എപ്പോൾ എവിടെ ചെയ്താലും അത് ശരിയാണ് എന്ന തരത്തിലുള്ള ന്യായീകരണങ്ങൾ ഉണ്ടല്ലോ, അതൊരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയില്ല. ഏതൊരു വസ്തുതകൾക്കും ന്യായം വേണം, അടിസ്ഥാനം ഉണ്ടാകണം, തെളിവുകൾ ഉണ്ടാകണം, അതിനകത്തൊരു യുക്തിയും മാനുഷിക പരിഗണനയും ഒക്കെ ഉണ്ടാകണം. ഈദ് ആഘോഷത്തിനായി മുസ്ലിം കുടുംബങ്ങളും സമൂഹങ്ങളും ഒത്തുചേരുമ്പോൾ അനേകം പേരനുഭവിക്കുന്ന വേദനയും അവർ പ്രതിഫലിപ്പിക്കും, സ്വാഭാവികമാണ്. ഇപ്പോ ഗാസയും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഗാസയിലെ ജനതയുടെ മനുഷ്യാവകാശത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വിഭാഗം ആളുകളുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? അവരുടെ മനുഷ്യത്വത്തെ കുറിച്ച് എന്താണ് നമ്മൾ പറയുന്നത്? എന്താ ഇസ്രായേലികൾക്ക് സമാധാനം വേണ്ടേ? അവര് മനുഷ്യരല്ലേ, അവർക്ക് നിർഭയത്വം വേണ്ടേ? ഗാസയിലെ ജനതകളെ പോലെ തന്നെ ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മാനുഷികമായ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഇസ്രായേലി ജനതയ്ക്കുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ വിദ്വേഷം.
ഗാസ, സുഡാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേതുപോലെ സംഘർഷങ്ങളും പട്ടിണിയും കുടിയൊഴിപ്പിക്കലുകളും സഹിക്കുന്നവരോടൊപ്പമാണ് എന്റെ മനസ്സെന്ന് അദ്ദേഹം പറഞ്ഞു. സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും എല്ലാവരുടെയും അന്തസ്സിനു വേണ്ടിയും നിലകൊള്ളുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് വീണ്ടും സമർപ്പിക്കേണ്ടുന്ന സമയമാണിത് എന്നായിരുന്നു ജോ ബൈഡന്റെ ഈദാശംസ. എന്തേ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞിട്ട് ഗാസയെ മാത്രം കെട്ടിപ്പുണരണമായിരുന്നു? അദ്ദേഹം മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്ന് തന്നെയല്ലേ ഇത് സന്ദേശം പാസ് ചെയ്തത്? എന്നാൽ ഗാസയിൽ ഉൾപ്പെടെയുള്ള നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യാൻ പിന്തുണയും ആയുധവും നൽകുന്ന അമേരിക്കൻ പ്രസിഡന്റിന് എങ്ങനെയാണ് ഈദ് ആശംസിക്കാനാകുന്നത് എന്നാണ് കമന്റുകളിൽ ആളുകൾ ചോദ്യം ഉയർത്തുന്നത്. ഇറാനും തുർക്കിയുമൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഹമാസിന് അനുകൂലമായി നിൽക്കുന്നത്? ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും യമനികളും ഹൂതികളും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്ന് കരമാർഗത്തിലൂടെയും വ്യോമമാർഗത്തിലൂടെയും തുരങ്കമാർഗത്തിലൂടെയും കടൽ മാർഗത്തിലൂടെയും ഒക്കെ ഇസ്രായേലിനെ കീഴ്പ്പെടുത്താനും ഇല്ലാതാക്കാനും കപ്പലുകൾ പിടിച്ചടക്കിയും ഒക്കെ ശ്രമിച്ചിട്ട് ഇറാന്റെ ആയുധങ്ങൾ ഇഷ്ടം പോലെ വന്ന് ഗാസയിലേക്ക് മറിഞ്ഞപ്പോൾ എന്തിനാണ് ആയുധം കൊടുക്കുന്നത് എന്ന് ചോദിച്ച്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ രണ്ട് രാജ്യങ്ങളെ പരസ്പരം തമ്മിത്തല്ലിച്ച് കഴുകന്മാരെ പോലെ ചോര കുടിക്കുന്നത് എന്ന് ചോദിച്ച് എന്തുകൊണ്ടാണ് തുർക്കിയെയും ഇറാനെയും ഒന്നും പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും വിമർശിക്കാനും നിങ്ങളാരും രംഗത്ത് വരാത്തത്? ബൈഡൻ യുദ്ധ കുറ്റവാളിയാണ് എന്നാണ് ചിലർ ആ പോസ്റ്റിനടിയിൽ വന്ന് വിമർശിക്കുന്നത്. ആരെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അവരുടെ നേരെയാണ് നിങ്ങൾ ബോംബുകൾ അയക്കുന്നത് എന്ന് കമന്റുകളിൽ പറയുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ ഈദ് ആഘോഷവും ജീവിതവും ഇല്ലാതാക്കി നിങ്ങൾ നൽകുന്ന ഈ ആശംസ കാപഢ്യത്തിന്റെ അങ്ങേയറ്റമാണ് എന്നാണ് ചില ആളുകൾ വിമർശിക്കുന്നത്. അതേസമയം ഗാസയിൽ ചെറിയ പെരുന്നാൾ ദിനത്തിലും ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ സാധാരണ ജനങ്ങൾക്ക് ആഘോഷവുമില്ല, സന്തോഷവുമില്ല, പെരുന്നാളുമില്ല, നോമ്പുമില്ല. അങ്ങനെ ജീവൻ കയ്യിൽ പിടിച്ച് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നെട്ടോട്ടമോടുകയാണ്. ഹമാസ് മേധാവിയായ ഇസ്മായിൽ ഹനിയയുടെ 3 മക്കളെയും 4 പേരക്കുട്ടികളെയും ഈദ് ദിനത്തിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണത്തിൽ കൊലപ്പെടുത്തിയത്. ഈദ് ദിനത്തിൽ കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു. ഇസ്മായിൽ ഹനിയയുടെ മക്കളായ ഹസീം ഹനിയ, ആമിർ ഹനിയ, മുഹമ്മദ് ഹനിയ എന്നിവരും പേരക്കുട്ടികളായ അമൽ, മോന ഖാലിദ്, കസാൻ എന്നിവരുമാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിക്ക് വടക്ക് പടിഞ്ഞാറുള്ള ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തുകയായിരുന്നു. അതേസമയം പശ്ചിമേഷ്യയിൽ ഇറാന്റെയും സഖ്യകക്ഷികളുടെയും ഭീഷണിയെ നേരിടുന്നതിൽ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് US. ഇസ്രായേലിന് US അടിയുറച്ച പിന്തുണ നൽകുമെന്നാണ് ജോ ബൈഡൻ പറഞ്ഞത്. ഇന്ത്യയും ഇസ്രായേലിന് പിന്തുണ നൽകുന്ന രാജ്യമാണ്. ഫ്രാൻസ് ആയിരുന്നാലും ബ്രിട്ടൻ ആയിരുന്നാലും ശരി, ഇസ്രായേലിന്റെ പ്രതിരോധിക്കാനുള്ള അവകാശത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇസ്രായേലിനെ ഇങ്ങോട്ട് ആക്രമിച്ച ഹമാസ് ഭീകരരെ അങ്ങോട്ട് ആക്രമിക്കാൻ പാടില്ലെന്നും പ്രതിരോധം ഏർപ്പെടുത്താൻ പാടില്ലെന്നും ഇസ്രായേലിന് മാത്രം വിലക്കുകൾ കൽപ്പിക്കുന്നതിൽ എന്ത് യാഥാർത്ഥ്യമാണുള്ളത്? ഇസ്മായിൽ ഹനിയയെ പോലെയുള്ള അക്രമകാരികളായ ആളുകൾ തുടങ്ങിവെച്ച ഈ യുദ്ധം ഒരുപാട് ജീവനുകൾ അപഹരിക്കപ്പെട്ടിട്ടും ഈ നേതാക്കൾക്ക് തൃപ്തിയായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ നേതാക്കളിലേക്ക് വിരൽ ചൂണ്ടാത്തത്? സ്വന്തം ജനതയെ കുരുതിക്കളത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഇവര് തന്നെ രക്ഷപ്പെടുകയാണ്. മില്യൺ കണക്കിന് ഡോളറുകളുമായി തുരങ്ക മാർഗത്തിലൂടെ കുട്ടിയും പെണ്ണുപിള്ളമാരും ഒക്കെ ആയിട്ട് ഓടുന്ന വീഡിയോകൾ ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടതാണ്. അപ്പോൾ ആരെയാണ് സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഏർപ്പെട്ടത്? നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഉത്തരവാദിത്വം ആർക്കാണ് ഏൽപ്പിക്കപ്പെട്ടത്? ഇസ്രായേലിനെ ആണോ? ഹമാസിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം, ഗാസയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അത് ഹമാസിനാണ്. ഹമാസ് ഗാസക്കാരെ സംരക്ഷിക്കേണ്ടതിന് പകരം ഇസ്രായേലുമായി കൊമ്പുകോർത്ത് സാധാരണക്കാരെ ബേലിയാടുകളാക്കുകയായിരുന്നു, പരിചകളാക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഹമാസിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, വർഗബോധം എന്ന് മാത്രമേ ഞാനതിനെ പറയൂ. നന്ദി.